നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആഖിറത്തിന് വേണ്ടി ഉള്ളതാവണം. നാം ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും അതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ തുടങ്ങാനിരിക്കുന്ന ഒരു വലിയ ജീവിതം, ആ ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി മാറണം. അവിടെ നമുക്ക് സുഖലോക സ്വർഗം, ആ സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടത്. അതിന് പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നതും അവിടുത്തെ മദ്ഹ് പറയുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ള ഔലിയാക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കാൻ കാരണം എന്തായിരുന്നു? അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത പദവിയുള്ള വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെക്കാൾ കൂടുതൽ നിസ്കരിച്ചതോ കൂടുതൽ നോമ്പെടുത്തതോ അല്ല. അവർക്കൊന്നുമില്ലാത്ത സൽക്കർമ്മങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്കില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മാ ഫദ്ദലക്കും അബൂബക്കർ, എന്റെ സുഹൃത്തായ, എന്റെ ഇഷ്ടതോയനായ ശിഷ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെ ഓവർടേക്ക് ചെയ്തത്, എന്റെ ഉമ്മത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ബികസറത്തി സ്വലാ വലാ സിയാം, കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടല്ല, കൂടുതൽ നോമ്പെടുത്തത് കൊണ്ടല്ല, വലാകിൻ ബിശൈഇൻ ഉഖിറ ഫീ ഖൽബിഹി, അവരുടെ മനസ്സിൽ എന്നോടുള്ള അതിയായ സ്നേഹം, എന്നോടുള്ള വല്ലാത്ത ബഹുമാനം, ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ മുത്തുനബിയോട് എത്രത്തോളം നാം സ്നേഹിക്കുന്നുവോ, മുത്തുനബിയോട് നമുക്ക് എത്രത്തോളം ആദരവുണ്ടാകുമോ എന്നുവോ, അതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നത്. നമുക്ക് ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടണം, നമുക്ക് സുഖലോക സ്വർഗത്തിലെത്തണം. അതിനുള്ള ഏറ്റവും വലിയ വഴി മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലാണ്. ഒരാളെ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉള്ള ഒരു സ്വഭാവമാണ്, പ്രകൃതി തേടുന്ന ഒരു സ്വഭാവമാണ് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. നാം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത്, അവരെ കുറിച്ച് കേൾക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആവേശമായിരിക്കും. ഇതാണ് മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാര്, മഹത്തുക്കളൊക്കെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു. ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുർദയിലുടനീളം പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. മൗലിദിലുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ഇതൊക്കെയും അവർ മുത്തുനബിയോടുള്ള സ്നേഹമാണ്. ഇത് ഉണ്ടാക്കലിലേക്ക്, ഇത് രചിക്കലിലേക്ക്, ഇത് പറയലിലേക്ക്, ചൊല്ലിലേക്ക് അവരെ എത്തിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ വീട്ടിൽ എല്ലാ വർഷവും ഇതുപോലെ ബുർദയുടെ വാർഷികം ഉണ്ടാകാറുണ്ട്, വലിയ സദസ്സ് സംഘടിപ്പിക്കാറുണ്ട്. ഇതിന് വലിയ ചെലവുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഈ വീട്ടിൽ കുടിയിരുന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് ഇത്രയും വിപുലമായി സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. വലിയ ബറക്കത്താണ്, വലിയ ഐശ്വര്യമാണ്, വലിയ റാഹത്താണ്.